നമസ്കാരം. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. സ്മൃതി പരുത്തിക്കാടായിരുന്നു ആ ചർച്ച നയിച്ചിരുന്നത്. ആരോഗ്യരംഗം വെന്റിലേറ്ററിലോ എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് ആ ചർച്ച. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ആയിരുന്നു മുഖ്യ അതിഥി. LDFന്റെ പ്രതിനിധിയായിട്ട്, പ്രത്യേകിച്ച് CPMന്റെ പ്രതിനിധിയായിട്ട് അരുൺകുമാറും ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഹാരിസ് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ചില എക്യുപ്മെന്റ്സുകൾ അവിടെ ഇല്ലെന്നും അത് വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ വിളിക്കുകയും അവിടെ ഉണ്ടായ പോരായ്മകൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അതായിരുന്നു ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു സംഭവം. ഇതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ ചർച്ചയിൽ ഡോക്ടർ ഹാരിസിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ മറുപടി പറയുകയുണ്ടായി. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ എക്യുപ്മെന്റ്സ് വന്നില്ല, നേരത്തെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം അന്വേഷിച്ചത്. ഡോക്ടർ ഹാരിസ് വ്യക്തമായിട്ടുള്ള മറുപടി അതിനെല്ലാം പറയുകയുണ്ടായി. ഈ സ്മൃതി പരുത്തിക്കാട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും തന്നെ മറുപടി ഹാരിസ് പറയുകയുണ്ടായെങ്കിലും ഏറ്റവും അവസാനത്തെ ചോദ്യം, പിന്നെ എന്തുകൊണ്ടാണ് മന്ത്രിമാരൊക്കെ വിദേശത്തേക്ക് പോയി ചികിത്സ തേടുന്നത് എന്നുള്ളതാണ് സ്മൃതിയുടെ സംശയം. അപ്പോ യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് പറഞ്ഞു, അവിടെ ഇപ്പോഴും വരുന്നുണ്ട് മെഡിക്കൽ കോളേജുകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ VIP-കളും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും അവിടെ ചികിത്സയ്ക്ക് വരാറുണ്ട്. എല്ലാവരെയും ഒരുപോലെയാണ് പരിഗണിക്കുന്നതെന്നും പിന്നെ രാഷ്ട്രീയക്കാർ വരുമ്പോഴത്തേക്കും അവരുടെ സമയം പരിമിതി മൂലം അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാറുമുണ്ടെന്ന് ഹാരിസ് പറയുകയുണ്ടായി. അപ്പോ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ട് തന്നെ ഡോക്ടർ ഹാരിസ് മറുപടി പറയുകയുണ്ടായി. ഈ ചർച്ച സംഘടിപ്പിച്ചത് ആരോഗ്യരംഗം വെന്റിലേറ്ററിലോ എന്ന് പറഞ്ഞു തുടങ്ങിയ ചർച്ചയായിരുന്നു. നമുക്ക് ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുകയാണല്ലോ. ഡോക്ടർ ഹാരിസ്, ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന ഓപ്പറേഷനുകളുടെ കണക്ക് അത് ചുരുക്കി കാണേണ്ട കാര്യമില്ല, അത് അവിടെ ചെയ്യുന്നുണ്ട്. താങ്കൾ അടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു പ്രവർത്തനം, അത് അവിടെയുള്ള സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടും പണം പിരിച്ചടക്കം നടത്തുന്ന കാര്യങ്ങൾ, അതൊരു വലിയ കണക്കായി അഭിമാനത്തോടു കൂടി പറയുമ്പോൾ, അവിടെ സംവിധാനങ്ങൾ ഇല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിലപ്പുറം കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന മറുവാദത്തിന് എന്താണ് മറുപടി? എന്നോടാണോ ചോദ്യം? അതെ, ഡോക്ടർ ഹാരിസിനോടാണ്. അതെ, ഞാൻ അരുൺകുമാർ സാറ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. സാറ് പറഞ്ഞതെല്ലാം ശരിയാണ്. സാറ് പറഞ്ഞത് വളരെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സിസ്റ്റത്തിനെ അടച്ചാക്ഷേപിച്ച് എങ്ങും ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ ആ സിസ്റ്റം മൊത്തം ഫാൾട്ടെന്നാണെന്ന് പറഞ്ഞില്ല. എൻ്റെ പ്രശ്നം വന്നത്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നം വന്നത് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ മികച്ച ആരോഗ്യ മേഖലയെ ആണ്, അതിൻ്റെ മോഡലാണ്, കേരള മോഡലാണ്. അതിനൊന്നും ഒരു സംശയമില്ല. ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നതാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ വളരെ ഉന്നതിയിലാണ്. അതിലുള്ള ചില തിരുത്തലുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അവർ വിദേശത്ത് ചികിത്സയ്ക്ക്, അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ചികിത്സയില്ലാതെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇല്ല, അത് തെറ്റാണ്. മന്ത്രിമാരെ ആശ്രയിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ബേബി മാത്യു സാർ ഉൾപ്പെടെ, MABB സാർ ഉൾപ്പെടെ, ഇപ്പോൾ അടുത്തിടെ പന്ന്യൻ രവീന്ദ്രൻ സാർ ഉൾപ്പെടെ ഇങ്ങനെ നിരവധി ആൾക്കാർ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വന്ന് അവർ ചികിത്സ തേടി പോകുന്നുണ്ട്. അവരെല്ലാവരും വളരെ VIP, ഇവിടെ ഡെപ്യൂട്ടി മേയർ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വളരെ വേണ്ടപ്പെട്ട VIP രാഷ്ട്രീയത്തിൽ ഔന്നത്യത്തിലുള്ള ആൾക്കാരെല്ലാം
എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് എൻ്റെ മാത്രമല്ല പല ഡിപ്പാർട്ട്മെൻറ്റിലും കാർഡിയോളജി ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വന്ന് അവരിവിടെ തന്നെയാണ് ചികിത്സ തേടുന്നതും സർജറി ചെയ്യുന്നതും ഒക്കെ. അവരുടെ ചികിത്സയിൽ ഒരു സംവിധാനത്തിന്റെ കുറവ് കൊണ്ട് വേഗം കുറയാറുണ്ടോ ഡോക്ടർ ഹാരിസ്? ഇല്ല, അവരുടെ ഇതിനകത്ത് അങ്ങനെ വേഗം കുറയാറില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഒരു പിന്നെ നമുക്ക് ഒരു ലീഡർഷിപ്പിലൊക്കെ നിൽക്കുന്നവർ വരുമ്പോൾ നമ്മൾ പൊതുവെ നമുക്ക് കൂടുതൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അത് നമുക്ക് അങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ. നമുക്കത് അവരെ VIP പരിഗണന നമുക്ക് കൊടുക്കണം. അവരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കും. അവർ മാത്രമല്ല, നമ്മൾ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ രോഗികളും VIP-കളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ രോഗിയും എൻ്റെ മുമ്പിൽ VIP-കളാണ്. അവർക്ക് എന്നെ സന്ദർശിക്കുന്നത് എനിക്ക് അതുകൊണ്ടാണ് ചിലരുടെ കാര്യത്തിൽ വേറെ രൂപത്തിൽ ശ്രമിക്കുകയും ചെയ്തത് അല്ലേ? എല്ലാവരും അത് ചെയ്യുന്നില്ലല്ലോ. പിന്നെ വരൂ എന്ന് പറഞ്ഞ് ഡേറ്റ് എഴുതി കൊടുക്കുന്നല്ല പറഞ്ഞത് അത് ദൂരെ നിന്നൊക്കെ. ഇല്ല, ഞാനങ്ങനെ ഒരാളിനെ ഒഴിവാക്കി വിടത്തില്ല. നിങ്ങൾ പിന്നെ വരൂ, അവരെ അങ്ങനെ അനാഥരാക്കിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വരൂ, ഞങ്ങൾ വരുമ്പോൾ പറയാം എന്നൊന്നും പറഞ്ഞാട്ടല്ല. അവർക്ക് വ്യക്തമായ ഉറപ്പ് കൊടുത്തിട്ടാണ് അങ്ങനെ പറയുന്നവരുണ്ട് എന്ന് താങ്കൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും, ഉണ്ട്. അത് പക്ഷെ അത് അല്ലല്ലോ ചർച്ച ഇത് ഇപ്പൊ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമുള്ള ചർച്ചയാണ്. പരിഹാരം കാണാൻ വേണ്ടി താങ്കൾ ഈ പറഞ്ഞ സംവിധാനം മേടിക്കുന്നതിൽ വന്ന അനാസ്ഥ, അത് ആദ്യം അത് കളക്ടർക്ക് അയക്കുന്നു, അവിടെ നിന്ന് ഫയൽ വരുന്നു, ഫയൽ മടങ്ങുമ്പോഴേക്കും ഉപകരണത്തിന്റെ വില 32,000 നിന്ന് 41,000 ഉയരുന്നു. ഇത് എവിടെ വെച്ചാണ് ഈ ഫയൽ അവിടെ തന്നെ കിടക്കുന്നത്? അത് പരിശോധിച്ചിട്ടുണ്ടോ? അത് അങ്ങയുടെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാനായത്? അത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ളൊരു ഘട്ടത്തിലാണ്. അത് നമുക്ക് അങ്ങനെ അന്വേഷിക്കാനുള്ള സമയവും ഇല്ല, അതിനുള്ള ആൾബലവും ഇല്ല. ഞാൻ എപ്പോഴും പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുമായിട്ട് അതിന് തിരക്കിലായിരിക്കും. ഇത് വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ നമുക്കിത് ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾക്ക് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് പരിമിതികളുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓഫീസുകളിലൊക്കെ ഇങ്ങനെ പോയി അന്വേഷിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ അവർ ഇങ്ങനെ ചെയ്യാം, അത് ഇതിൻ്റെ ഘട്ടം വരെ എത്തി എന്നൊക്കെ അവർ പറയുന്നതല്ലാതെ അത് വ്യക്തമായിട്ട് ശരിയാണെന്ന് അറിഞ്ഞിടാം. എന്തായാലും അവസാനം ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ കാര്യങ്ങൾക്ക് താമസം വരുന്നുണ്ട്. ഡോക്ടർ, അവസാനമായി ഒറ്റ ചോദ്യം കൂടി. താങ്കളുടെ ഈ പരസ്യ പ്രതികരണത്തിന് വില കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരു നടപടി ഉണ്ടായേക്കുമോ? താങ്കളുടെ കാര്യത്തിൽ വിശദീകരണം തേടുമെന്ന് പറഞ്ഞു, അതിന് വരാൻ പോകുന്നുവെന്ന് താങ്കളും കരുതുന്നുണ്ട്. അതിനൊരു നടപടി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം, സസ്പെൻഷൻ പോലുള്ള നടപടികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ട്. കാരണം പരസ്യ പ്രതികരണമാണല്ലോ നടത്തുന്നത്. ഇല്ല, നടപടികളൊന്നുമില്ല. ഇപ്പം അരുൺ സാറ് പറഞ്ഞല്ലോ, അതിനകത്ത് ഞാൻ കുറ്റക്കാരനായിട്ട് സാറ് പറയുന്നില്ലല്ലോ. സാറിൻ്റെ ചർച്ചയിലും എന്നെ സപ്പോർട്ട് ചെയ്താണ് സാറ് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്, അത് അന്വേഷിച്ച് കണ്ടെത്താം എന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കതിനകത്ത് ഇപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് തീരെ ഭയമില്ല. അതിനകത്ത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ താങ്കൾക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നു ഈ ഉപകരണങ്ങൾ എത്തുമെന്ന്. ചൊവ്വാഴ്ച എത്തുമോ? അതെ, ചൊവ്വാഴ്ച എത്തും എന്നുള്ള ഉറപ്പിനാണ് ഞാൻ രോഗികളെ ഡിസ്ചാർജ് ചെയ്യാതെ അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. അവരെ ശനിയാഴ്ച ചൊവ്വാഴ്ച കിട്ടുന്നെങ്കിൽ അതിനകത്ത് നമുക്ക് അന്ന് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പരസ്യ പ്രതികരണം ഇനി നടത്തുമോ, അതോ ഇനി മിണ്ടേണ്ടതില്ല എന്ന് തീരുമാനിക്കുമോ? ഇല്ല, ഇതിപ്പോൾ ഈ പ്രശ്നം ഇപ്പം സമൂഹത്തിൽ ചർച്ചയായല്ലോ. ഇത് അതിൻ്റെ അധികാരികൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ അരുൺ സാറ് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. അത് കൃത്യമായിട്ട് നടക്കും. കാരണം അവർക്കറിയാം ഇതിൻ്റേതായിട്ടുള്ള എന്താണ്, എത്രത്തോളം ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പോൾ വളരെ നന്ദി ഡോക്ടർ ഹാരിസ്. ഏതായാലും താങ്കൾ ഉന്നയിച്ച വിഷയം വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. അതിൽ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച നടത്തുന്നത്. വളരെ നന്ദി ഡോക്ടർ ഹാരിസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇവിടെ
ഡോക്ടറിനോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഡോക്ടർ മറുപടി പറയുകയുണ്ടായി. ആ ഡോക്ടർ പറഞ്ഞ മറുപടി അവർക്ക് തൃപ്തിയാകാതെ വീണ്ടും വീണ്ടും ചോദിച്ചതിനെല്ലാം നല്ല മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനം ചോദിച്ചത് താങ്കൾക്ക് അവിടുന്ന് മന്ത്രിപദത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു ഉറപ്പ് താങ്കൾക്ക് അത് നല്ല ഉറപ്പുണ്ടോ എന്നുള്ളതാണ്. അതിനും വ്യക്തമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്തായാലും മന്ത്രി പറഞ്ഞത് നന്നായിട്ട് തന്നെ നടപ്പിലാക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹാരിസ് അവസാനം പറഞ്ഞു വെച്ചത്. ചർച്ച തുടങ്ങിയത് ആരോഗ്യരംഗം വെന്റിലേറ്ററിലോ എന്ന് തുടങ്ങിയതായിരുന്നു. പക്ഷേ ചർച്ചയുടെ അവസാനം വന്നപ്പോഴത്തേക്കും റിപ്പോർട്ടർ ചാനൽ വെന്റിലേറ്ററിലായോ എന്നുള്ളതാണ് നമുക്ക് സംശയം.